എന്താ വേണ്ടേ? എന്താ മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധികർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴികളിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. ശവക്കുഴിയെ തന്നെ നിങ്ങൾക്ക് പ്രത്യാശീലകരൊക്കെയായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, ദയവായി നിശബ്ദരായിരിക്കുന്നു. അതൊരു ആരാധനയാണ്. ദയവായി നിശബ്ദരായിരിക്കണം. പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്നിൽ ഈ കുഞ്ഞ് സ്വസ്ഥത അനുഭവിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി കുഞ്ഞിന്റെ ശരീരത്തിന് ഒരു വിശ്രമസ്ഥലമായി തീരുവാൻ കൃപയറണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രഭാതേ
ശോഭിതത്തിലെ രക്ഷാമ്പറ്റോരക്കേറെ കോടിയാകാശം വിളിക്കും നേരം കാണുമെൻ പെരു വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമെൻ പെരു കർത്തൻ പേർക്കൊരപ്പരധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടത്തേതൻ സ്നേഹത്തിൽ പാത്രത്തിൽ എന്റെ വേല തീർത്തി അന്ത്യത്തിൽ വിളിക്കും നേരം കാണുമെൻ പേർ വിളിക്കും നേരം വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുമെൻ പെരു. നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയ കുഞ്ഞിന്റെ ആത്മാവിനെ തന്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാതെ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹാ മൂലം നിത്യജീവനിലേക്ക് ഉയർത്തുന്നേൽക്കുള്ള നിശ്ചയവും ഉറപ്പുള്ള പ്രത്യാശയോടുകൂടെ നാം ഈ കുഞ്ഞിന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിൽ ചാരമായി പൊഴിക്ക് പൊഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. ദൈവം പ്രകാശം സത്യദൈവത്തിന് സത്യദൈവം ജീവിക്കപ്പെടല്ല ോടെ കൊണ്ടവൻ സകലമുണ്ടായി ഇറങ്ങി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, കഷ്ടപ്പെട്ടു, അടയ്ക്കപ്പെട്ടു. തിരുവഴുത്ത പ്രകാരം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിപ്പാൻ മതത്തോടെ വീണ്ടും വരും. അതിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് ബന്ധപ്പെടുന്നവനും പ്രവാചകരുടെ പ്രേക്ഷിതമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുല്യ പുസ്തകമായ വിശ്വസിൽ ഞാൻ വിശ്വസിക്കുന്നു. പാവത്തിലുള്ള വിശ്വസിക്കുന്നു. ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായുടെ ജ്ഞാന ശരീരത്തിലേകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞത് ആ താരങ്ങൾ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃതവും ദൈവത്തിനടുപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിന്റെയും ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോട് ഇരിക്കട്ടെ. സമാധാനത്തോടെ പോകുവിൻ. പ്രിയ പൈതലിന്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകാല ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ അഭിവന്യ തോമസ് അമ്മ തിരുമേനിയോടും അഭിവന്യ ഉമ്മൻ ജോർജ് തിരുമേനിയോടും ബഹുമാന്യ വൈദികരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറ്, നമ്മുടെ MLA മാത്യു ടി തോമസ് സാറ്, നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ, മറ്റ് ഗവൺമെന്റ് അധികാരികൾ, ഭവനത്തിലും ഈ ദേവാലയത്തിലെ ശുശ്രൂഷയിലും പങ്കെടുത്തതായ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ആദ്യവസാനം പ്രിയ ഭവനത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും ശാന്തമായിട്ട് പിരിഞ്ഞു പോകാം. തുടർന്നുള്ള ക്രമീകരണം